നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളവാന്നാ. വെറുതെ പറയുന്നല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വിളവാന്നാ വിചാരിച്ചു. എന്റെ ഒപ്പം 10 ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടായിരുന്നു. 10 കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചു. എനിക്ക് ആദിക്കണ ധാരണ നമ്മളിപ്പോ രാത്രി ഇറങ്ങിയെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരിന്റെ പിന്നാലെ 10 ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വെപ്പുകയുണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിയെപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടർ കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് നിങ്ങൾ കെട്ടിയ കൊടി മുഴുവൻ വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നേരെത്തിയാണ്ട് കളിച്ചു. കണ്ടില്ലേ പങ്ങള്, മൂപ്പര് ചെയ്തൊരു കാര്യം, വലിയ ഒരു പുണ്യകർമ്മം ചെയ്തത് വിളിച്ചു പറയാ. എന്ത്? 1 മണിക്ക് രാത്രി ഇറങ്ങുമ്പോ അരിഷ്ടക്കുപ്പി ഉണ്ടായിരുന്നു. 1 മണിക്ക് അരിയിൽ എന്ത് അരിഷ്ടക്കുപ്പിയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അരിഷ്ടക്കുപ്പി അരി തിരികിയിട്ട് മൂപ്പര് നടന്നു എന്നാ. ഇങ്ങനെ നടക്കുമ്പോ മൂപ്പര് 50 എണ്ണം, മൂപ്പർക്ക് വളരെ കൃത്യാട്ടോ, ആ രാത്രി ആയിട്ട് പോലും 50 തെറ്റിയിട്ടില്ല, വളരെ കറക്റ്റാണോണ. 50 ആള് ഒന്നിച്ചത് മുജാഹിദൊന്നല്ലോ, അപ്പുറത്തെ വിഭാഗ ഈക്കക്കാരെ പറ്റി കൈകാര്യം ചെയ്തതായി പറയണതേ. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് മൂപ്പരാണ് തിരിഞ്ഞു നിന്നിട്ട് ഈ കുപ്പിയുടെ ഒരൊറ്റ ഏറ. സാധുക്കൾ വിചാരിച്ചത് ആസിറ്റ് ബൾബാനാണ്, ചെറിച്ചെറിച്ചെന്നാണ് പൊട്ടിന്ന്. ആണ്ട് പാഞ്ഞൊരു പാട്ടില്. എന്നിട്ട് ഈ വിദ്വാൻ എന്താ ചെയ്തത്? അതാപകടം. അതാണ് ഈ സമൂഹം മനസ്സിലാക്കേണ്ടത്. രാത്രിയുടെ മറവിൽ സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന ഈ കാപാലിക വർഗം എന്താ ഇയാൾ ചെയ്തത്? അപ്പുറത്താണ് മൂപ്പര്. പിന്നെ മുന്നോട്ടാണ് പോയോക്കുമ്പോണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടി കെട്ടിട്ട് പാതിരക്ക്. അവരോട് പറഞ്ഞ് നിങ്ങൾ ആ കോളേജിന്റെ അവിടെ കെട്ടിയ സർവ്വ കൊടിയുണ്ട് ഒരു കൂട്ടർ വലിച്ചു ചെയ്യുന്നതിന് വേം കൊടിയുണ്ട്. ഈ ആൾക്കാർ ഇത് കേട്ട് തെറ്റിദ്ധരിച്ച്, കാരണം തലീക്കെട്ടുള്ള മൂലയിലുള്ള ഈ പാതിര 1 മണിക്ക് ആ അരിഷ്ടക്കുപ്പിയുള്ള ഒന്നും പേർക്കറിയില്ലല്ലോ, ഓടി. പിന്നാലെ ഓടിച്ചു നോക്കുമ്പോണ്ട് ഈ പറയപ്പെട്ട ആളുകളെ നിരത്തിയാണ്ട് അടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സാധുക്കൾ എന്ത് പഴച്ചു. ഈ കൊടി കെട്ടുന്ന സാധുക്കൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് രാത്രിയുടെ ഇരുളിന്റെ മറവിൽ പരസ്പരം സമൂഹത്തിലെ ആളുകളെ തമ്മിൽ തല്ലിച്ച് ചോര ചിന്തിക്കുന്ന ഈ കട്ടാള സംസ്കാരമാണോ സഖാഫി സംസ്കാരം? നാണക്കേടാണ് കേട്ടോ. ഈ രാജ്യത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നില്ലേ? ഇത്ര വൃത്തികെട്ട സംസ്കാരം, തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന ആ നിലക്കുള്ള ഒരു സ്വഭാവം, ഈ സംസ്കാരം ഇതൊക്കെയാണോ നിങ്ങളുടെ സംസ്കാരം?